സർക്കാർ പദവികളിൽ ചെയർമാൻ എന്ന പദം ഇനി ഉപയോഗിക്കില്ല. ചെയർമാൻ പ്രയോഗത്തിന് പകരം ചെയർപേഴ്സൺ എന്ന് ഉപയോഗിക്കാൻ ഭരണപരിഷ്കാര വകുപ്പിൻ്റെ ഉത്തരവ് വന്നു. ജെൻഡർ നിഷ്പക്ഷ പദം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിർദ്ദേശം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ചെയർപേഴ്സൺ വരട്ടെ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും വളരെ ക്രിയാത്മകമായ നിർദ്ദേശമാണ്. നേരത്തെ തന്നെ പുതുതായി രൂപീകരിക്കുന്ന പല കമ്മീഷനുകളിലും, പ്രത്യേകിച്ച് വനിതാ കമ്മീഷനാകട്ടെ, യുവജന കമ്മീഷനാകട്ടെ, ഇവയുടെ എല്ലാം ചെയർ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്നുള്ള പദവിയായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മുൻപ് രൂപീകരിച്ച പല കമ്മീഷനുകളിലും പല സർക്കാർ വകുപ്പുകളിലും ചെയർമാൻ എന്നുള്ള പദം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പല കോർപ്പറേഷനുകളുടെയും അധ്യക്ഷ സ്ഥാനത്തുള്ളത് അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ആളുടെ ഒരു പദവി ചെയർമാൻ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതൊരു ജെൻഡർ നിഷ്പക്ഷ പദത്തിലേക്ക് മാറണമെന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും അതൊരു ഉത്തരവായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. ഇനി മുതൽ സംസ്ഥാനത്തെ സർക്കാർ പദവികളിൽ ചെയർമാൻ എന്നുള്ള പോസ്റ്റ് ഉണ്ടാവില്ല. ഒപ്പം ഒരുപക്ഷെ സർക്കാർ മീറ്റിങ്ങുകൾ ഉണ്ടാകും. സർക്കാരിൻ്റെ ഒരു സർക്കാർ ഒരു വലിയ മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ അതിൽ ചെയർ ചെയ്യുന്ന ആളെ ചെയർമാൻ എന്ന് പലപ്പോഴും അഭിസംബോധന ചെയ്ത് നെയിം ബോർഡ് വെക്കാറുണ്ട്. അത്തരത്തിലുള്ള നെയിം ബോർഡുകളും ഇനി വെക്കില്ല. ഇനി പൂർണ്ണമായി ചെയർപേഴ്സൺ എന്നുള്ള പദത്തിലായിരിക്കും ആ ഹെഡ് ചെയ്യുന്ന ആളുടെ പേരുണ്ടാവുക. ചെയർമാൻ എന്നുള്ള പദം പൂർണ്ണമായി സംസ്ഥാനത്തിൻ്റെ സർക്കാർ പദവികളിൽ നിന്ന് ഒഴിവാവുകയാണ്. അതിനുള്ള കത്തിടപാടുകളിലാകട്ടെ, ഔദ്യോഗിക പദവികളുടെ കാറുകളിൽ എഴുതുന്ന പേരിനോടൊപ്പം എഴുതുന്ന പദവിയുടെ പേരാകട്ടെ, ഒപ്പം ഈ നെയിം ബോർഡിനൊപ്പം വെക്കുന്ന പേരാകട്ടെ, ഇവയെല്ലാം ചെയർപേഴ്സൺ എന്നുള്ള പദവിയിലേക്ക് മാറുകയാണ്. പല കോർപ്പറേഷനുകളിലും നേരത്തെ തന്നെ മാറിയിരുന്നു, കമ്മീഷനിലും മാറിയിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായി മാറ്റാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എസ് കെ.